പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തെടുത്ത ഒരു ഗൗണിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ഗൗണാണിത്. ഇതിനായിട്ട് ഞാൻ 2 കളറിലുള്ള നെറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 20 മീറ്ററിലധികം നെറ്റ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 മീറ്റർ ഗ്രേപ്പ് വൈൻ കളറുള്ള നെറ്റും 3 മീറ്റർ സാറ്റിൻ തുണിയും വൈറ്റ് കളർ നെറ്റുമാണ്. ആദ്യമായി ഈ ഗൗണിന് വേണ്ട ഭാഗങ്ങളെല്ലാം ഈ സാറ്റിൻ തുണിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ടോപ്പ് പോർഷൻ വേസ്റ്റ് ലെങ്ത് വരെയുള്ള ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത് 14.5 ഇഞ്ച് ഇറക്കത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്കേർട്ട് പോർഷൻ വരുന്ന ഭാഗം തുണി ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട ശേഷം ആവശ്യത്തിനുള്ള ലെങ്ത് അടയാളപ്പെടുത്തി ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ അളവുകളൊന്നും ഞാൻ പറയാത്തത് ഇതിന് മുന്നേയുള്ള വീഡിയോയിലെല്ലാം ചെയ്ത അതേ അളവിലൊക്കെ തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ടോട്ടൽ 55 ഇഞ്ച് ഇറക്കമാണ് ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് പോർഷന് 14.5 ഇഞ്ചും ബാക്കി സ്കേർട്ട് പോർഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ലൈനിങ് തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ ലെങ്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് വേണം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. ലൈനിങ് തുണിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെറ്റ് മടക്കിയിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള നീളം ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞൊറിവിനനുസരിച്ചുള്ള വീതിയും ഇതിൽ അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അവരവർക്ക് ആവശ്യമായ ഞൊറിവിനനുസരിച്ച് തുണിയിൽ വീതി കൂട്ടി കൊടുക്കേണ്ടതാണ്. കുറച്ച് വേണ്ടിയവർക്ക് കുറച്ചെടുക്കാം, കൂട്ടി വേണ്ടിയവർക്ക് കൂട്ടിയെടുക്കാം. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇറക്കം കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. എത്രയാണെന്ന് വെച്ചാൽ ഞാനിതുപോലെ 4 പീസ് വൈറ്റ് കളറും അതേ അളവിൽ തന്നെ ഗ്രേപ്പ് വൈൻ കളറും 4 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആവശ്യമായ നെറ്റൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 8 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 4 ഗ്രേപ്പ് വൈൻ കളറും 4 വൈറ്റ് കളറുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫ്രില്ലിനാവശ്യമായ നെറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഗ്രേപ്പ് വൈൻ കളറും വൈറ്റ് കളറും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സ്കേർട്ട് പോർഷൻ്റെ ഭാഗത്തെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ നെറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഈ വൈൻ കളർ നെറ്റിൻ്റെ ഒരു വശവും വൈറ്റ് കളർ നെറ്റിൻ്റെ ഒരു വശവും തമ്മിൽ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ എല്ലാ പീസുകളും ഇടവിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പീസുകളും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസുകൾ ലൈനിങ്ങിൽ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പേ ലൈനിങ്ങിൻ്റെ അടിവശം അല്പം തികയാതെ വന്ന ഭാഗമുണ്ടല്ലോ, അവിടെ കട്ട് ചെയ്തതുപോലെ ഞാൻ തുണിയെടുത്ത് അത് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിഭാഗം കൂടി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് ആ വേസ്റ്റ് ഭാഗം വരുന്നിടത്ത് ഒന്ന് സെൻറ്റർ അതിൻ്റെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം അളന്ന് നോക്കുമ്പോൾ കിട്ടുന്ന അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എനിക്കിവിടെ 18 കിട്ടിയിരിക്കുന്നത്. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 4.5 കിട്ടുന്നത്. ആ 4.5 ആദ്യം സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് 4.5 വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ നിന്ന് അടുത്ത വശത്തേക്കും ഇതുപോലെ 4.5 വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ 4 ഭാഗങ്ങളും ബാക്കിലും 4 ഭാഗങ്ങളുമായിട്ട് 8 ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നെറ്റ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന് നോക്കാം. ലൈനിങ്ങിൻ്റെ ഓപ്പൺ ഭാഗത്ത് നിന്ന് തയ്ച്ച് തുടങ്ങിയാണ്. ആദ്യം ഒരു നെറ്റ് കളറ് അവിടെ വെച്ച് തയ്ച്ച് തുടങ്ങിയാണ്. എന്നിട്ട് ആദ്യം ഒരു 4.5 അടയാളപ്പെടുത്തി കൊടുത്ത ഭാഗമുണ്ടല്ലോ, അവിടെ കൊണ്ട് ആ നെറ്റ് ഫുള്ള് നമ്മൾ ചുരുക്കി അത് തയ്ച്ച് കൊടുക്കുകയാണ്. ആ പോയിൻ്റ് വരെ മാത്രം.
അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തത് വരുന്ന അടുത്ത കളറിൻ്റെ ഭാഗമാണ്. ആ ഭാഗം അടുത്ത 4.5 പോയിൻറ്റിലേക്ക് ഇതുപോലെ ചുരുക്കി ചുരുക്കി വെച്ച് കൊടുത്ത് ആ 4.5-ക്കകത്ത് തന്നെ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സ്പീഡിൽ കാണിക്കുന്നത്. ഇത് വളരെ സാവധാനം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഓരോ പോയിൻറ്റിലും അടുത്ത ജോയിൻറ്റ് വരുന്നത് വരെ ഇതുപോലെ ചുരുക്കി തയ്ച്ച് എടുക്കുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിതെല്ലാം ചുരുക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തായി ഞാൻ ഫ്രില്ല് ഇതുപോലെ അടിച്ചെടുക്കുകയാണ്. അടുത്തായി ഞാൻ ടോപ്പ് ഭാഗത്തിൻ്റെ ബാക്ക് പോർഷനിൽ ആ ഭാഗത്ത് ഇതുപോലെ നെറ്റ് വെച്ച് അതിൽ തയ്ച്ചെടുക്കുകയാണ്. ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് വശത്ത് 4 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നെറ്റ് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ്. 2 കളറും ഇടകലർത്തി ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. തയ്ച്ചെടുത്ത ശേഷം സൈഡുകളും കൂട്ടിയടിച്ച് അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത വശം ഞാൻ ഒരു കളർ മാത്രം കൊടുത്ത് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്. അകത്ത് ചെറിയൊരു കൈയും നെറ്റിൻ്റെ നീളമുള്ള ഫുൾ സ്ലീവുമാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. സ്ലീവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി സൈഡ് രണ്ടും അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കേർട്ടിൻ്റെ വശങ്ങൾ തമ്മിൽ ലൈനിങ്ങും തമ്മിൽ നെറ്റും തമ്മിൽ ഇതുപോലെ കൂട്ടി തയ്ച്ചെടുക്കുകയാണ്. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ ഇതുപോലെ കൂട്ടി തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെ 2 കളറും ഇടകലർത്തി ഇതുപോലെ 3 തട്ടായിട്ടാണ് തയ്ച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മുകളിൽ ജോയിൻ്റ് ഭാഗത്ത് വരുന്നിടത്ത് ഒരു 3-4 ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിലും നെക്കിൻ്റെ പോർഷനിലൊക്കെ കുറേ ബീഡ്സ് കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പുറയിൽ കെട്ടാനായിട്ട് ഇതുപോലെ ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.